ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. വികസനത്തിനും സമാധാനത്തിനും ഭീകരത വലിയ ഭീഷണിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വോട്ടെണ്ണൽ പ്രക്രിയ സുതാര്യമാക്കാൻ സുപ്രധാന മാറ്റങ്ങൾ നിർദ്ദേശിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടിംഗ് യന്ത്രത്തിലെ അവസാന 2 റൌണ്ട് എണ്ണുക തപാൽ വോട്ടുകൾ പൂർണ്ണമായി എണ്ണിക്കഴിഞ്ഞ ശേഷം. നെൽ കർഷകരുടെ പ്രശ്നം പഠിക്കാൻ കേന്ദ്ര കൃഷി മന്ത്രാലയം നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്ന് പാലക്കാട് സന്ദർശിക്കും. കേരളത്തിൽ അതിശക്തമായ മഴ. തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് പാകിസ്ഥാൻ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ. ചരിത്രത്തിൽ ആദ്യമായി സുബ്രതോ കപ്പ് സ്വന്തമാക്കി കേരളം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. 75 ലക്ഷം സ്ത്രീകളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 10,000 രൂപ വീതം നിക്ഷേപിക്കും. സ്വയം തൊഴിൽ, ഉപജീവന അവസരങ്ങൾ എന്നിവയിലൂടെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് സംരംഭമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചു. ലോകത്തിലെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള നിക്ഷേപകർ ഇന്ത്യയെ വലിയ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് നോക്കിക്കാണുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്നലെ വേൾഡ് ഫുഡ് ഇന്ത്യ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്ത് ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ ഗണ്യമായ വളർച്ചയുണ്ടായിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. जो चैलेंजेस दुनिया के सामने आए हैं, भारत ने आगे बढ़कर अपनी सकारात्मक भूमिका निभाई है. ग्लोबल फूड सिक्योरिटी में भी भारत निरंतर कंट्रीब्यूट कर रहा है. हमारे किसानों, हमारे पशुपालकों, हमारे मछुआरों के परिश्रम और सरकार की नीतियों से भारत का सामर्थ्य നിരന്തർ बढ़ रहा है. ഇന്ത്യയുടെ പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ഈ മാസം 22-ന് പ്രാബല്യത്തിൽ വന്ന GST ഘടനാ പരിഷ്കാരങ്ങൾ പ്രകാരം നികുതി ഘടനയെ 5%, 18% എന്നിങ്ങനെ 2 സ്ലാബുകളാക്കി മാറ്റി. സാധാരണക്കാർ, തൊഴിലാളികൾ, കർഷകർ, കൃഷി, ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്ക് പ്രയോജനം ചെയ്യുകയാണ് നിരക്കുമാറ്റത്തിന്റെ ലക്ഷ്യം. വോട്ടെണ്ണൽ പ്രക്രിയ സുതാര്യമാക്കാൻ സുപ്രധാന മാറ്റങ്ങൾ നിർദ്ദേശിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇനി മുതൽ തപാൽ വോട്ടുകൾ പൂർണ്ണമായി എണ്ണിക്കഴിഞ്ഞ ശേഷമേ വോട്ടിംഗ് യന്ത്രത്തിലെ അവസാന 2 റൌണ്ട് എണ്ണൂ. നിലവിൽ യന്ത്രത്തിലെ വോട്ടെണ്ണൽ സ്വതന്ത്രമായാണ് നടന്നിരുന്നത്. ചിലപ്പോൾ തപാൽ വോട്ടുകൾ എണ്ണിത്തീരുന്നതിന് മുമ്പ് തന്നെ EVMലെ വോട്ടെണ്ണൽ അവസാനിക്കുന്നത് ആശയക്കുഴപ്പത്തിനും തർക്കങ്ങൾക്കും കാരണമാകുന്ന സാഹചര്യത്തിലാണ് നടപടി. തപാൽ വോട്ടുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ച മണ്ഡലങ്ങളിൽ വോട്ടെണ്ണാൻ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലഡാക്കിലെ പരിസ്ഥിതി നേതാവായ സോനം വാങ്ചുക്കിന്റെ NGOയ്ക്ക് വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കാനുള്ള FCRA സർട്ടിഫിക്കറ്റ് ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കി. 2021-22 വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ച് സോനം വാങ്ചുക് അസോസിയേഷന്റെ FCRA അക്കൌണ്ടിലേക്ക് 3.5 ലക്ഷം രൂപ നിക്ഷേപിച്ചതായി ആരോപിച്ചാണ് നീക്കം. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ ഗവേണൻസ് ആവാസ വ്യവസ്ഥയുടെ ഉത്തേജനത്തിനായി നടപ്പാക്കുന്ന വിവിധ നടപടികളെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. പൊതുസേവനങ്ങൾ മുതൽ സാമ്പത്തിക ശാക്തീകരണം വരെ ഇന്ത്യയുടെ ഗവേണൻസ് സംവിധാനം ജനജീവിതം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് രൂപപ്പെടുത്തിയവയാണ്. ഗവേണൻസ് ലളിതവും ഫലപ്രദവും പരിസ്ഥിതി സൌഹൃദവുമായ ഭരണ സംവിധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. मेरे हिसाब से गवर्नेंस, इजी गवर्नेंस, इफेक्टिव गवर्नेंस, इकोनॉमिकल गवर्नेंस, एनवायरमेंट फ्रेंडली गवर्नेंस, ये बहुत ही सरल है, बहुत ही उपयोगी है और आज के समय में जब समय की कठिनाई है तो कम समय में करने वाला काम इससे होगा. ഇന്ത്യയുടെ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ പ്രധാന ഘടകമായി JAM ട്രിനിറ്റി, അതായത് ജൻധൻ, ആധാർ, മൊബൈൽ എന്നിവ മാറിയിരിക്കുന്നു. സർക്കാർ ആനുകൂല്യങ്ങൾ, സബ്സിഡികൾ എന്നിവ നേരിട്ട് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ എത്തുന്നു. ലക്ഷക്കണക്കിന് ചെറുകിട വ്യവസായങ്ങൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ആവിഷ്കരിച്ച മാർക്കറ്റ് പ്ലേസ് രാജ്യത്ത് വൻ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. വികസനത്തിനും സമാധാനത്തിനും ഭീകരത ഒരു ഭീഷണിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ.
ഭീകരതയ്ക്കെതിരെ പോരാടുന്നവർ അന്താരാഷ്ട്ര സമൂഹത്തിന് വലിയ സേവനമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂയോർക്കിൽ G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉപരോധങ്ങൾ പ്രയോഗിക്കുന്നതിലെ ഇരട്ടത്താപ്പിനെ ശ്രീ ജയശങ്കർ വിമർശിച്ചു. നെല്ല് സംഭരണം സംബന്ധിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കേന്ദ്ര സംഘം ഇന്ന് പാലക്കാട് ജില്ലയിൽ സന്ദർശനം നടത്തും. ജോയിന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ വടവന്നൂർ പാടത്തിലെ കർഷകരെ കാണും. തുടർന്ന് കൊല്ലങ്കോട്, പൊൽപ്പുള്ളി, മലമ്പുഴ എന്നിവിടങ്ങളിലെ കർഷകരുമായി ചർച്ച നടത്തുന്ന കേന്ദ്ര സംഘം എലപ്പുള്ളി പാടിക്കോയും സന്ദർശിക്കും. കേരളത്തിൽ അതിശക്തമായ മഴ. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബംഗാൾ ഉൾക്കടലിന്റെ കിഴക്ക് മധ്യഭാഗത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതായി കൊൽക്കത്ത കാലാവസ്ഥാ വകുപ്പ്. നാളെയോടെ ഒഡീഷ, ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് നീങ്ങുമെന്നാണ് മുന്നറിയിപ്പ്. പശ്ചിമ ബംഗാളിന്റെ വിവിധ പ്രദേശങ്ങളിൽ അടുത്ത 7 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 126ാം പതിപ്പ് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക് ദൂരദർശന്റെയും ആകാശവാണിയുടെയും മുഴുവൻ ശൃംഖലകളിലും പരിപാടി ലഭ്യമായിരിക്കും. 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും മൻ കി ബാത്തിലേക്ക് ആശയങ്ങൾ അറിയിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ദേശീയ ഹൈഡ്രജൻ ദൌത്യത്തിലൂടെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. മഹാരാഷ്ട്രയിലെ ജവഹർലാൽ നെഹ്റു തുറമുഖ അതോറിറ്റിയുടെ ഇലക്ട്രിക് ട്രക്കുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2030ഓടെ രാജ്യം കപ്പൽ നിർമ്മാണ രാജ്യങ്ങളിൽ ആദ്യ 10ൽ ഇടം നേടുമെന്നും ശ്രീ സോനോവാൾ അറിയിച്ചു. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഞായറാഴ്ച ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. ദുബായിൽ ഇന്നലെ രാത്രി നടന്ന സൂപ്പർ 4 മത്സരത്തിൽ ബംഗ്ലാദേശിനെ 11 റൺസിന് പരാജയപ്പെടുത്തിയാണ് പാകിസ്ഥാൻ ഫൈനലിൽ എത്തിയത്. സൂപ്പർ 4ലെ മറ്റൊരു മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. 64 വർഷം നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് കേരളം ഇതാദ്യമായി സുബ്രതോ കപ്പ് ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് കിരീടം സ്വന്തമാക്കി. കോഴിക്കോട് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കേരളത്തിനുവേണ്ടി കന്നി കിരീടം നേടിയത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന കലാശ പോരാട്ടത്തിൽ പൊരുതിക്കളിച്ച ശക്തരായ ഉത്തരാഖണ്ഡ് അമ്യൂണിറ്റി CBSE പബ്ലിക് സ്കൂളിനെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് കേരളത്തിന്റെ ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ വീഴ്ത്തിയത്. കളിയുടെ തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച എതിരാളികളുടെ വരയിൽ അപ്രതീക്ഷിതമായാണ് 20ാം മിനിറ്റിൽ തഗലാംബെ കേരളത്തിന് വേണ്ടി പന്തെത്തിച്ചത്. ഗോൾ തിരിച്ചടിക്കാൻ CBSE ടീം കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും കേരളത്തിലെ പ്രയോഗം അതിശക്തമായി നിലകണ്ടതോടെ എല്ലാം വിപുലമായി. 62ാം മിനിറ്റിൽ ആഷ്മിൽ ഉഗ്രൻ ഷോട്ടിലൂടെ ഗോൾ കീപ്പറെ കീഴ്പ്പെടുത്തി കേരളത്തിന്റെ വിജയം ഉറപ്പാക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് കൊൽക്കത്ത സന്ദർശിക്കും. 3 ഇടങ്ങളിൽ ദുർഗാപൂജ പരിപാടികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൊൽക്കത്തയിലെ ലബുതല, സാൾട്ട് ലേക്ക് എന്നിവിടങ്ങളിലാണ് പരിപാടികൾ. അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും ദുരിതാശ്വാസ സഹായം എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. 3 കണ്ടെയ്നറുകൾ നിറയെ ദുരിതാശ്വാസ സാമഗ്രികളാണ് എത്തിച്ചത്. അടുത്തിടെയുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് അഫ്ഗാനിസ്ഥാന് ഇന്ത്യ നൽകുന്ന മാനുഷിക സഹായത്തിന്റെ തുടർച്ചയാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. വികസനത്തിനും സമാധാനത്തിനും ഭീകരത വലിയ ഭീഷണിയാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. വോട്ടെണ്ണൽ പ്രക്രിയ സുതാര്യമാക്കാൻ സുപ്രധാന മാറ്റങ്ങൾ നിർദ്ദേശിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടിംഗ് യന്ത്രത്തിലെ അവസാന 2 റൌണ്ട് എണ്ണുക, തപാൽ വോട്ടുകൾ പൂർണ്ണമായി എണ്ണിക്കഴിഞ്ഞ ശേഷം. നെൽകർഷകരുടെ പ്രശ്നം പഠിക്കാൻ കേന്ദ്ര കൃഷി മന്ത്രാലയം നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്ന് പാലക്കാട് സന്ദർശിക്കും. കേരളത്തിൽ അതിശക്തമായ മഴ. തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് പാകിസ്ഥാൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ. ചരിത്രത്തിലാദ്യമായി സുബ്രതോ കപ്പ് സ്വന്തമാക്കി കേരളം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.